പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് പരിപ്പ്, അതായത് മൂങ് ദാൽ, ചെറിയ പായസപ്പരിപ്പ് 1 കപ്പ് നന്നായിട്ട് കഴുകി വാരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര ഞാനിപ്പോൾ ഇവിടെ ഒരു 4 വലിയ അച്ച് ആ ഒരു കണക്കിനാണ് എടുത്തേക്കുന്നത്. അത് നമുക്കൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പാനിയാക്കി എടുക്കണം. പിന്നെ 1-ാം പാലും 2-ാം പാലും, 1-ാം പാല് ഒരു 1.5 കപ്പും 2-ാം പാൽ ഒരു 4 കപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് ചവ്വരി നന്നായിട്ടൊന്ന് കഴുകി ഒരു വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ നെയ്യ് വറുത്തിടാനായിട്ടുള്ള നെയ്യ്, കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മസ്, പിന്നെ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങാക്കൊത്ത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് ആദ്യം തന്നെ ശർക്കര ഒന്ന് ഉരുക്കാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 വലിയ ശർക്കര എടുത്തേക്കുന്നത്, ആ ഒരു കണക്കിലെടുത്തേക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 300 ഗ്രാമിൻ്റെ അടുത്തൊക്കെ ശർക്കര ഉണ്ടാവും. അത് നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഉരുക്കാനായിട്ടൊന്ന് ഗ്യാസ് ഓൺ ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിനി ചവ്വരി വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 കപ്പ് ചവ്വരിയാണ് എടുത്തത്. അത് നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. അതിപ്പോൾ ഞാനിനി സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഫസ്റ്റെല്ലാം ഒരു ട്രാൻസ്പെറൻറ്റ് ആയി വരും. അതാണ് നമുക്കിത് വെന്തോന്ന് മനസ്സിലാവുന്നത്. അത്ര നേരം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ വെള്ളം നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് ചവ്വരി മാത്രം നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. പിന്നെ നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. കുക്കറിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പരിപ്പ്, അതായത് 1 കപ്പ് പരിപ്പ്, പായസത്തിൻ്റെ പരിപ്പ്, അതായത് മൂങ് ദാൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് പരിപ്പ് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുക. അതായത് പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറാൻ തുടങ്ങും. അതുപോലെ തന്നെ ആ ഒരു നനവൊക്കെ നന്നായിട്ട് മാറി പരിപ്പൊന്ന് വറുത്ത് വരും. നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പരിപ്പിലേക്ക് ഞാനിപ്പോൾ ഒരു 3 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് വേവിക്കുന്നത്. അതായത് 3 കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. നമ്മുടെ പരിപ്പ് ഇപ്പോൾ ഓൾറെഡി ചൂടായിട്ടിരിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് പച്ചവെള്ളം ഒഴിക്കരുത്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 3 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചവ്വരി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞ് അത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 2-ാം പാലിൽ നിന്ന് ഒരു 1/4 കപ്പ് നമുക്ക് ഇതിനകത്തേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇത് വെക്കുവാണെങ്കിൽ ചവ്വരി കെട്ടാതിരിക്കും. പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഉടയണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 2 വിസിൽ അടുപ്പിച്ചാൽ മതി. പരിപ്പിന് റെഡിയാക്കി വെച്ച് ശർക്കര പാനിയിൽ നിന്ന് നമുക്കൊരു ആദ്യം ഒരു പകുതി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു ഏകദേശം 1 കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചവ്വരിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് നന്നായിട്ട് പരിപ്പും ശർക്കരയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സായി കിട്ടാനായിട്ട്. ചെറിയ തീയിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം കേട്ടോ. ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിപ്പോൾ ഒരു 5-6 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ മധുരം കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം ഇനി നമുക്ക് 1-ാം പാലും 2-ാം പാലും ഒക്കെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് മധുരം കുറവുണ്ട്. ഞാനൊരു 1/2 കപ്പ് ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ശർക്കര നമ്മൾ 2-ാമതും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2-ാം പാലാണ്. 2-ാം പാൽ ഞാനൊരു 4 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ 4 കപ്പ് 2-ാം പാൽ നമുക്ക് ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2-ാം പാൽ ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഈ പാല് കുറച്ചൊന്ന് വറ്റണം. അതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. മധുരം കുറവുണ്ടെങ്കിൽ ശർക്കര പാനി വീണ്ടും ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ 2-ാം പാൽ ഒഴിച്ചു കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ കുറച്ച് നേരം ഇത് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. അതായത് 2-ാം പാൽ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്കിതിനകത്തേക്ക് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചത്, അപ്പോൾ ഞാൻ ആദ്യം ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ അതിനകത്ത് ഏലക്ക പൊടിച്ചതും പിന്നെ ചുക്ക് പൊടിയും പറയാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണോളം ഏലക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതുപോലെ നെയ്യുടെ ടേസ്റ്റൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്തൊക്കെ വേണമെങ്കിൽ 1-2 ടീസ്പൂൺ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാം. നമ്മളിനി അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നെയ്യും
നെയ്യിൽ നമ്മൾ നട്ട്സും കിസ്മിസും എല്ലാം ഒന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. അതായത് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് ഒന്നാം പാലാണ് എടുത്തേക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഞാനത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി തിളച്ച് പോകരുത്. തിളച്ച് പോവാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം തിളച്ച് പോവാതെ ശ്രദ്ധിക്കണം. നിങ്ങൾ മധുരം നോക്കുക കേട്ടോ. ശർക്കര പാനി ഇനി വേണമെങ്കിൽ മധുരം ചേർക്കുക. അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടും. ഇനി എന്നിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം മധുരം നോക്കുക. മധുരം നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശർക്കര പാനി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏത് മധുരമുള്ള എന്ത് വിഭവം ഉണ്ടാക്കിയാലും ഒരു നുള്ളും ഉപ്പ് നമുക്ക് ചേർക്കുന്നത് നല്ലതാണ്. അപ്പോഴാണ് ആ ഒരു വെള്ളച്ചോവയൊക്കെ നന്നായിട്ട് മാറിയിട്ട് കറക്റ്റ് ആ ഒരു മധുരമൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം മധുരം നോക്കുക. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു, മധുരം എല്ലാം നോക്കിയപ്പോൾ കറക്റ്റാണ്. അപ്പം മധുരം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനി ഒരു 1/4 കപ്പോ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഉപ്പ് 2 നുള്ള അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു 3 നുള്ള അത്രയും മതി കേട്ടോ. ഇളക്കി കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി തിളച്ച് പോകരുത്. പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് നട്ട്സും കിസ്മസും ഒക്കെ നമുക്കൊന്ന് നെയ്യിൽ വറുത്തിട്ട് ഇട്ട് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിലേക്ക് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ. കൂടുതലോ കുറവോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. നട്ട്സൊക്കെ നമ്മൾ നെയ്യിൽ വറുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് അങ്ങ് കരിയും, പക്ഷെ അകം വെന്തിട്ടുണ്ടാവില്ല. അപ്പം നട്ട്സ് വറുത്തതും ഉണക്കമുന്തിരിങ്ങ വറുത്തതും കൂടെ നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 1 മുതൽ 3/4 ടീസ്പൂൺ വരെ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ നമ്മുടെ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുക്കറിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു രീതിയിലാണ് ഞാൻ കാണിച്ചേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവിലും അതുപോലെ തന്നെ നെയ്യുടെ അളവിലൊക്കെ മാറ്റങ്ങൾ വരുത്താം. പിന്നെ കുറച്ചുകൂടെ തിക്കാവണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് പരിപ്പിന് പകരം 1.5 കപ്പ് പരിപ്പൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്